വ്രതാനുഷ്ഠാനത്തിന്റെ അകപ്പൊരുൾ അറിയാം. ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിലേക്ക് ജാലകം തുറക്കാം. പീസ് റേഡിയോ റമദാൻ ഫാമിലി ലൈവ് ടെലിക്വിസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റമദാനിൻ്റെ 18ാമത്തെ ദിനത്തിലാണ് നമ്മൾ ഇന്ന്. അൽഹംദുലില്ലാ, വ്രതവിശുദ്ധിയുടെ നാളുകൾ 2 ആഴ്ച ഏതാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. ഇനിയും ഏതാനും ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ നോമ്പിനെ കൂടുതൽ ചൈതന്യവത്താക്കി നമുക്ക് മുന്നേറാം. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. സ്വർഗത്തിൽ ഒരു ഇടം, അതാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പീസ് റേഡിയോ ഫാമിലി ലൈവ് ക്വിസിലേക്ക് സ്വാഗതം. അറിവും വിനോദവും വിജ്ഞാനവുമായി പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ് വീണ്ടും ഒരു എപ്പിസോഡ് ഇന്നിവിടെ സമാരംഭം കുറിക്കുകയാണ്. നല്ല ചോദ്യങ്ങളുമായി, നല്ല ഉത്തരങ്ങളുമായി സ്വർഗം എന്ന വിഷയത്തിൽ നമുക്ക് ഒരുമിക്കാം. ഞാൻ ഇബ്നു അലി എടത്തനാട്ടുകര, എൻ്റെ കൂടെ ഹിഷാം വൈലത്തൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ആരാണ് ആദ്യത്തെ കോളറെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ, നോമ്പ് വിശേഷങ്ങൾ? അൽഹംദുലില്ലാ, സുഖം തന്നെ. ചൂടുണ്ടോ? ഉണ്ട്. ചൂട് വെയില് ചൂടൊക്കെ ഉണ്ടോ അവിടെ? ചൂടൊക്കെ അത്യാവശ്യമുണ്ട്. ഓക്കെ. ആരാണ് വിളിക്കുന്നത്? സന. എവിടുന്നാണ്? മണ്ണാർക്കാട്. മണ്ണാർക്കാട് എവിടെ? ടൗണിൽ നിന്നാണോ? ഓക്കെ. പഠിക്കുകയാണ്, എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോ 7th പഠിക്കുന്നു. 7th അല്ലേ? ആരൊക്കെയാണ് കൂടെയുള്ളത്? ഫാമിലി ലൈവ് ക്വിസാണ്. ആരൊക്കെയാണ് അടുത്തുള്ളത്? താത്തയുണ്ട്, ഉമ്മയുണ്ട്. ഓക്കെ. അപ്പം നല്ലൊരു ദിവസത്തിൽ ഇന്നത്തെ ആദ്യത്തെ കോളറാണ് ഹിഷാം. നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് തുടങ്ങാം. സനയോടുള്ള ആദ്യത്തെ ചോദ്യവുമായി ഹിഷാം വൈലത്തൂർ. സന തയ്യാറല്ലേ? അതെ. ഇൻഷാ അല്ലാ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സ്വർഗം നമുക്ക് എല്ലാവർക്കും നേടാൻ ആഗ്രഹമുള്ളൊരു സംഭവമാണ് അല്ലേ? അപ്പം സ്വർഗം അത് റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ടുള്ളൊരു രൂപമുണ്ട്. ആ രൂപത്തിൻ്റെ സൗന്ദര്യം വിവരിച്ചാലും തീരൂല. അപ്പം ആ സ്വർഗത്തിന് എത്ര കവാടമുണ്ട് എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. മനസ്സിലായോ? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കണോ? സ്വർഗത്തിന് എത്ര കവാടങ്ങളാണുള്ളത്, വാതിലുകളാണുള്ളത് എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ക്ലിയർ ആയോ? എന്നാ ഉത്തരം പോരട്ടെ? പറഞ്ഞോളൂ. ചോദിച്ചു. തീർച്ചയായിട്ടും ചോദിക്കാം. സന ടൈമർ ഓൺ ചെയ്യാണ്. എട്ട്. എത്രയാണ് ഉത്തരം? ഹലോ പറയ്, എത്രയാണ്? 8. മാഷാ അല്ലാ, ഒന്നാമത്തെ ഉത്തരം അങ്ങനെ ശരിയായിട്ടുണ്ട്. അൽഹംദുലില്ലാ. അപ്പോൾ ഒന്നാമത്തെ പടി കടന്നു. ഇനി നമ്മൾ അടുത്ത പടിയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. സന, രണ്ടാമത്തെ ചോദ്യം ഒരു ഓഡിയോ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ആയത്ത് കേൾക്കൂ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമah فمن زحزح عن النار وأدخل الجنة فقد فاز
وما الحياة الدنيا إلا متاع الغرور. ആയത്ത് കേട്ടോ? ആ കേട്ടു. ഓക്കെ. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ചോദ്യം വരുന്നത് ആ ആയത്ത് ഏത് സൂറത്തിലാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കേട്ട ആയത്ത് ഏത് സൂറത്തിലാണ്? ഒരു മിനിറ്റ്. ഓ, താത്താനോടൊക്കെ ചോദിച്ചോളൂ കേട്ടോ. സന കിട്ടിയോ? ടൈമർ ഓൺ ചെയ്യട്ടെ. ലുക്മാൻ. ലുക്മാൻ. ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. ടൈമർ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. ബക്കറ. ബക്കറ. അപ്പോൾ ഉറപ്പിച്ചു അല്ലേ? നമ്മളെ സമയവും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇബ്നലിക്ക എന്താണ് അഭിപ്രായം? സനക്കിന്ന് ഭാഗ്യം കുറച്ചേ ഉള്ളൂ, ഉത്തരം തെറ്റിപ്പോയിരിക്കുന്നു. സന മോളെ ആലുംറാനിലെ 185 ആയത്താണ് പ്ലേ ചെയ്തത് കേട്ടത്. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഫാമിലി ലൈവ് ക്വിസ് എല്ലാ ദിവസവും ഉണ്ടാവും. 2:30 മുതൽ 3:30 വരെ ഉണ്ടാവും. നാളെയും വിളിക്കണം, വിളിക്കാൻ മടിക്കരുത് കേട്ടോ. ഓക്കെ, ഓക്കെ സന, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ, രണ്ടാമത്തെ ഉത്തരത്തിലേക്ക് എത്തിയിരുന്നു. മൂന്നാമത്തേലേക്ക് എത്താൻ ടൈം പ്രശ്നമില്ല. ഇൻഷാ അല്ലാ അടുത്ത ഫാമിലിയിൽ നോക്കാം നമുക്ക് അടുത്ത കോളർ ആരാണെന്ന്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ആരാണ് സംസാരിക്കുന്നത്? ഷിന ഫാത്തിമ. ഷിന ഫാത്തിമ. എത്രയിലാ പഠിക്കുന്നത്? 8ല്. കൂടെ ആരൊക്കെയുണ്ട് നമ്മളെ ഫാമിലി ലൈവ് ക്വിസിൽ പങ്കെടുക്കാൻ? ഉമ്മ ഉണ്ട്, ഇക്കുണ്ട്, ഉമ്മമ്മ ഉണ്ട്. ഓ മാഷാ അല്ലാ. പിന്നെ ആരുമില്ല. ഷിന ഫാത്തിമ, ആരൊക്കെയാണ് കൂടെ ഉള്ളത്? ഉമ്മ, ഉമ്മമ്മ, ഇക്ക. എന്തൊക്കെ പണിത്തിരക്കിലാന്ന് തോന്നുന്നു. ഫോണിലെന്തോ റേഞ്ചിന്റെ ബുദ്ധിമുട്ടാണോ? ഫോൺ എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ. ഓക്കെ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ക്ലിയർ ആണ്. ഇത് വിഷയം സ്വർഗമാണെന്നറിയാലോ. ചോദ്യം ചോദിക്കട്ടെ? ഹിഷാം ചോദിച്ചോളൂ. ഇൻഷാ അല്ലാ. അപ്പം നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഷിന ശ്രദ്ധിച്ചു കേട്ടോ. നോമ്പുകാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രതിഫലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ പെട്ടൊരു പ്രതിഫലമാണ് നോമ്പുകാർക്ക് മാത്രമായിട്ട് ഒരു കവാടം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട് സ്വർഗത്തിൽ. അപ്പോൾ സ്വർഗത്തിൽ നോമ്പുകാർക്ക് മാത്രമായിട്ട് സൃഷ്ടിച്ചിട്ടുള്ള ആ കവാടത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. മനസ്സിലായോ? ഓക്കെ. അപ്പം എന്താണ് അറിയോ? ഓ പെട്ടെന്നാക്കിക്കോ. ഓക്കെ, ആരാണ് പറഞ്ഞു തന്നത്? മാഷാ അല്ലാ. വെരി ഗുഡ്. മാഷാ അല്ലാ. അപ്പോൾ ഒന്നാമത്തെ പടി നമ്മൾ കടന്നു. ഒന്നാമത്തെ സ്റ്റെപ്പ് കയറി. അപ്പോൾ 3 സ്റ്റെപ്പുകൾ കയറി നമുക്ക് എന്തുണ്ട്? പീസിലൂടെ വക നല്ലൊരു സമ്മാനം ഉണ്ടാവും. അപ്പം നേടണ്ട നമുക്ക് ഇൻഷാ അല്ലാ. അപ്പം നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കയറിയാലോ? ഒരു എളുപ്പമുള്ള ചോദ്യത്തിലേക്ക് ഇൻഷാ അല്ലാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോടൊരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗത്തെ ചോദിക്കുമ്പോൾ നമ്മൾ എന്തിനെയാണ് ചോദിക്കേണ്ടത് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്നുകൂടിയും പറയാം. സ്വർഗത്തെ ചോദിക്കുമ്പോൾ എന്തിനെ ചോദിക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്?
കേട്ടില്ല. അള്ളാഹുവിനെ കാണാൻ. അല്ല, സ്വർഗത്തിലെ ഞാൻ ഒരു ക്ലൂ ആണോ? ആ സ്വർഗത്തിലൊരു പദവിയാണത് അല്ലേ ബിലാലിക്ക? അതെ അതെ അതെ, സ്വർഗത്തിൽ തന്നെ ഒരു പദവി. ചോദിക്കുമ്പോൾ ഏറ്റവും നല്ലത് ചോദിച്ചോളൂ എന്ന് പറയില്ലേ, അങ്ങനെ സ്വർഗത്തിൽ ഏത് ചോദിക്കണം, സ്വർഗത്തിലെ ഏത് പദവി, ഏത് സ്ഥാനം ചോദിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ജന്നത്തുൽ ഫിർദൗസ്. മാഷാ അല്ലാ, രണ്ടാമത്തെ ചോദ്യം അപ്പൊ റെഡിയാക്കി എടുത്തു. അൽഹംദുലില്ലാ. അപ്പൊ ഇബ്രാലിക്ക് നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്കാണ് കിടക്കുക. അതെ അതെ അതെ, ഇൻഷാ അല്ലാ. മിക്കവാറും ഷീന ഫാത്തിമ സമ്മാനം, ഇന്നത്തെ ആദ്യത്തെ സമ്മാനം അടിച്ചുകൊണ്ട് പോകും. ഷിറയാണോ? SHI ആറേ. IRA. ഓക്കെ, ഷിറ ഷിറ. SHI ആറ്. വീട് എവിടെയെന്ന് പറഞ്ഞില്ല, ചോദിച്ചതുമില്ല അല്ലേ? എവിടെയാണ് വീട്? പെരിങ്ങാട്, തൃശ്ശൂർ ജില്ല. പെരിങ്ങാട്, തൃശ്ശൂർ ജില്ല അല്ലേ? അപ്പോൾ ഷിറ മൂന്നാമത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ്. അപ്പൊ മൂന്നാമത്തെ ചോദ്യം കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണില്ലേ? ആ ഓക്കെ. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം, സ്വർഗം കാണുമ്പോൾ ഒരു വിശ്വാസി പറയുന്ന ആദ്യ വാക്ക് ഏതാണെന്നുള്ളതാണ്. ഒന്നുകൂടിയും പറഞ്ഞുതരാം. സ്വർഗം കാണുമ്പോൾ, നമ്മൾ ആദ്യമായിട്ട് സ്വർഗം കാണുമല്ലോ, ആദ്യമായിട്ട് സ്വർഗം കാണുന്ന സമയത്ത് ഒരു വിശ്വാസി പറയുന്ന ഒന്നാമത്തെ വാക്ക് പെട്ടെന്ന് ചോദിച്ചു നോക്കോ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ ഇല്ല, മറുപടി അതന്നെയാണ് ഞമ്മക്കും പറയാനുള്ളത്. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. അപ്പോൾ 3 സ്റ്റെപ്പും കടന്നിരിക്കുകയാണ് ഇബ്നു അലിക്ക. അൽഹംദുലില്ലാ. ഫാമിലി ലൈവ് ടെലികിസിലെ ഇന്നത്തെ ആദ്യത്തെ വിജയിയാണ് ഷിറ ഫാത്തിമ. തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ല്. 8ല്. ഏതാണ് സ്കൂള്? പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി. ഓക്കെ. പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? ആ കേൾക്കാറുണ്ട്. ഏത് പ്രോഗ്രാമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പ്രോഗ്രാം? ടെലികിസ്. വെരി ഗുഡ്. ഓക്കെ, ഷിറ ഫാത്തിമ ഇന്നത്തെ വിജയിയാണ്. ടീം പീസ് റേഡിയോയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഷിറയെ തേടി സമ്മാനം വീട്ടിലെത്തും ഇൻഷാ അല്ലാ. ഷിറ ഇനിയും വിളിക്കണം, കൂട്ടുകാരോടൊക്കെ വിളിക്കാൻ പറയണം. ഭാഗ്യമുണ്ടെങ്കിൽ അവർക്കും വിളിക്കാൻ കണക്ഷൻ കിട്ടട്ടെ അല്ലേ? ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നമുക്ക് നോക്കാം ആരാണ് അടുത്ത കോളർന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. ആരാണ് ഈ വിളിക്കുന്നത്? മുഹമ്മദ് അൻഫാസ്. മുഹമ്മദ് അൻഫാസ്. ആ മാഷാ അല്ലാ. സ്ഥലം എവിടെയാണ്? കുന്നത്തുപറമ്പ്. കുന്നത്തുപറമ്പ്. എത്രയിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിൽ. 8ാം ക്ലാസ്സിൽ. ഇന്നപ്പോൾ നമ്മളെ ഫാമിലി ലൈവ് ടെലിക്വിസ് പങ്കെടുക്കാൻ ആരൊക്കെ കൂടെ കൂട്ടിയിട്ടുള്ളത്? കാക്കിയും കാക്കിയും ഉമ്മയും താത്തിയും. അപ്പം നല്ല സ്ട്രോങ് ടീമാണെന്ന് അർത്ഥം അല്ലേ? അതെ അതെ, ഒരു കടുത്ത മത്സരം പ്രതീക്ഷിക്ക. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും എന്നർത്ഥം ഇൻഷാ അല്ലാ. അൻഫാസ്, ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? ഏറ്റവും സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിച്ച് നമുക്ക് തുടങ്ങാം അല്ലേ? സ്വർഗവാതിലുകൾ തുറക്കുന്ന മാസം ഏതാണ്? റമളാൻ. എനിക്ക് ചോദ്യം മുഴുവൻ വായിക്കാനുള്ള സമയം പോലും തന്നില്ല. വേണ്ട, അതിന്റെ ആവശ്യം വന്നില്ല. മാഷാ അല്ലാ. മിടുക്കൻ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. എന്നാ രണ്ടാമത്തെ ചോദ്യത്തിൽ കിടക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം വരെ എളുപ്പാവൂല കേട്ടോ. അതൊന്നും പ്രശ്നമല്ല. അഫ്നാൻ അതൊന്നൊരു വിഷയമല്ല. ഫുൾ സെറ്റപ്പ് ആയിട്ട് നിൽക്കാം. മാഷാ അല്ലാ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം കേട്ടോ. സ്വർഗത്തില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്ന
പ്രത്യേക പദവികൾ എന്താണ്? ഒന്നുകൂടിയും പറഞ്ഞുതരാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്ന പ്രത്യേക പദവികൾ എന്തൊക്കെയാണ്? വസീല അൽ ഫളീല. ഫളീല. മാഷാ അല്ലാ, ഇബ്നുലിക്ക ആ ഉത്തരം എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടഫായിട്ടുള്ള ചോദ്യം ചോദിച്ചാലും രക്ഷയില്ല അല്ലേ? ഇല്ല, ഒരു കാര്യമില്ല. ആ സ്ട്രോങ് ടീം നമ്മൾ പറഞ്ഞില്ലേ, അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാഷാ അല്ലാ. വസീല ഫളീല, അതാണ് ഉത്തരം. മൂന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം ചോദിച്ചാൽ പീസ് റേഡിയോയുടെ സമ്മാനം ഉറപ്പാണ്. ഹിഷാം എന്നാ ചോദിച്ചോളൂ. സ്വർഗം നമ്മൾ ഇന്നത്തെ വിഷയം അൻഫാസെ. അപ്പൊ സ്വർഗം എവിടെയാണ്? ഇത്രേ ഉള്ളൂ. സ്വർഗം എവിടെയാണ്? ചെറിയ ചോദ്യത്തിൽ കൺഫ്യൂഷനായോ? ടഫല്ലാത്ത ചോദ്യം ചോദിച്ചാണ് പ്രശ്നം തോന്നുന്നുണ്ട്. എളുപ്പം ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആകാശത്ത്. ഉറപ്പാണോ? മാഷാ അല്ലാ. അപ്പൊ അത് എന്ത് ചെയ്തിട്ടുണ്ട്, അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അൻഫാസെ 3 ചോദ്യത്തിന് ഉത്തരവും പറഞ്ഞു. അൽഹംദുലില്ലാ, സമ്മാനം എന്ത് ചെയ്യും? ഇൻഷാ അല്ലാ എൻ്റെ അടുക്കലേക്ക് വരുന്നതാണ് ട്ടാ. അൽഹംദുലില്ലാ. മുഹമ്മദ് അഫ്നാസിനും കുടുംബത്തിനും ടീം പീസ് റേഡിയോയുടെ പ്രത്യേക ആശംസകൾ നേരുകയാണ്. ഏത് സ്കൂളിലാണ് മോനെ പഠിക്കുന്നത്? ആലിഞ്ചൂട് അല്ലേ? പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? അഫ്നാസ് പാട്ട് പാടുവോ? ഇല്ല അല്ലേ? പീസ് റേഡിയോയിൽ സ്വരം എന്നൊരു പരിപാടി ഉണ്ട്. നല്ല രസകരമായ പാട്ടുകൾ, നല്ല അർത്ഥവത്തായ പാട്ടുകളുണ്ട്. സംഗീതത്തിൻ്റെ അകമ്പടിയൊന്നും ഇല്ലാതെ പാട്ടൊക്കെ കേൾക്കണം കേട്ടോ. കൂട്ടുകാരോട് പറയണം പീസ് റേഡിയോ ഉണ്ട്. പീസ് റേഡിയോയിൽ റമദാൻ തീരുന്നത് വരെയും 2:30 മുതൽ 3:30 വരെ ഫാമിലി ലൈവ് ടെലിക്വിസ് ഉണ്ട്. പങ്കെടുക്കണമെന്നൊക്കെ പറയില്ലേ? വൈകാതെ അഫ്നാസിനെ ഇൻഷാ അല്ലാ അഫ്നാസിനെ തേടിയിട്ട് പീസ് റേഡിയോ സമ്മാനം. സോറി മുഹമ്മദ് അൻഫാസിനെയും കുടുംബത്തെയും തേടി വൈകാതെ തന്നെ സമ്മാനമെത്തും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം. കാതോർക്കാൻ നമുക്ക് ആരാണ് അടുത്ത കോളറെന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? ഓ മാഷാ അല്ലാ. എന്താണ് പേര്? ആലിയ. മാഷാ അല്ലാ. അപ്പോ ഇന്ന് കൂടെ ആരൊക്കെയുള്ളത് നമ്മളെ ഫാമിലി ടെലിക്വിസ് പങ്കെടുക്കാൻ? മാഷാ അല്ലാ. കുടുംബസമേതം മുഴുവനായിട്ട് ഒത്തൊരുമിച്ചിട്ടുണ്ട്. ടീം റെഡിയാണ്. ആലിയ എവിടുന്ന വിളിക്കുന്നത്? കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ എവിടെയാണ്? കണ്ണൂർ എവിടെ? കമ്പിൽ. മാഷാ അല്ലാ. ഓക്കെ. കമ്പിൽ നിന്നുള്ള ആലിയയോട് വളരെ എളുപ്പത്തിലൊരു ചോദ്യം ചോദിക്കാം അല്ലേ? ഒരു സിമ്പിൾ ചോദ്യം. എന്നാ ഓക്കെ ആലിയ, ശ്രദ്ധിച്ചു കേട്ടോ. വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ഒന്നാമത് നമ്മൾ തരുന്നത്. കേൾക്കില്ലേ? റെഡി അല്ലേ? മാഷാ അല്ലാ, ഇൻഷാ അല്ലാ. അപ്പൊ സ്വർഗമാണ് നമ്മുടെ വിഷയം അല്ലേ? സ്വർഗത്തിലേറ്റവും ഉയർന്ന ദറജ, പദവി എന്താണ്? അൽഹംദുലില്ലാ. മാഷാ അല്ലാ. മാഷാ അല്ലാ. ഹിഷാമിന് ചോദ്യം പൂർത്തിയാക്കാനുള്ള സമയം കിട്ടിയില്ല അല്ലേ? അതിനു മുമ്പ് തന്നെ എടുത്ത് ചാടി ഉത്തരം പറഞ്ഞു. കാരണം ഉറപ്പാണ്, അറിയാം. അതാണ്. മാഷാ അല്ലാ. ഒരു കാര്യം ചെയ്യാം, ദറജയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചാലോ? ഒന്നുകൂടി എറിഞ്ഞു നോക്കല്ലേ? ഇൻഷാ അല്ലാ. എന്നാ പിടിച്ചോ. രണ്ടാമത്തെ ചോദ്യം പറയാണ് കേട്ടാ. സ്വർഗത്തിൽ
എത്ര ദറജകളാണുള്ളത്? നിങ്ങൾ വെച്ച് സ്വർഗത്തില് എത്ര പദവികൾ ദറജകളാണുള്ളത്? അതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഫിർദൗസ് എന്ന് പറഞ്ഞത് ഏറ്റവും ഉയർന്ന ദറജയാണ്, പദവിയാണ്. അതേപോലെയുള്ള എത്ര ദറജകൾ അഥവാ പദവികൾ ഉണ്ട് സ്വർഗത്തിൽ? അതാണ് ചോദ്യം. സ്വർഗത്തിൽ എത്ര ദറജകൾ ഉണ്ട്, എത്ര പദവികൾ ഉണ്ട്? അലിയ ടൈമർ ഓൺ ചെയ്യാൻ പോവുകയാണ്. 18 സെക്കൻഡ് കൂടി ബാക്കിയുണ്ട്. 16. പറഞ്ഞോളൂ. ആലിയ, ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, രണ്ടാമത്തെ സ്റ്റെപ്പിലാണ്. പറഞ്ഞോളൂ. അറിയില്ല. ഒരു ഗസ് ഒന്ന് എറിഞ്ഞു നോക്കിയാലോ? ഒന്ന് പറഞ്ഞു നോക്കൂ. ഓക്കെ, ശരി ഉത്തരമാണ്. സ്വർഗത്തിൽ 100 പദവികളാണുള്ളത്, 100 ദർജകളാണുള്ളത്. അവസാന നിമിഷത്തിൽ ആരാണ് കൈത്താങ്ങായി വന്നത്? അതൊന്നറിയട്ടെ. ഓ മാഷാ അല്ലാ. അപ്പൊ അവർക്കൊരു സലാം പറഞ്ഞിട്ട് ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലട്ടാ, മറക്കണ്ട ഇൻഷാ അല്ലാ. എന്നാ ഇവിടെ ഉണ്ടായിട്ടില്ല, അപ്പുറത്തെ വീട്ടിൽ കേട്ടോണ്ടിരിക്കല ലൈവായിട്ട്, കേട്ടിട്ട് ഇങ്ങനെ വന്ന് പറഞ്ഞു. ഓ മാഷാ അല്ലാ, മാഷാ അല്ലാ. അപ്പൊ ഈ പറഞ്ഞ 4 പേരിൽ ഒതുങ്ങുന്ന ടീമല്ല നമ്മളുടേത്. അതെ, ഫാമിലി ലൈവ് ടെലികിസ് പറയുമ്പോൾ ഫാമിലികളുടെ കിസ്സാണ്. 2 ഫാമിലിക്ക് ഒരുമിച്ചാണ് ഉത്തരം പറയണത്. മാഷാ അല്ലാ. ഒരു ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് ആലിയക്ക് സമ്മാനം കിട്ടുമല്ലോ തീരുമാനാക്കാം. ആലിയ തയ്യാറല്ലേ? ഓക്കെ. അപ്പോ സ്വർഗത്തിന്റെ ഒരു വൃക്ഷത്തിന്റെ തണലിന്റെ നീളം, ഞാൻ ഒന്നുകൂടിയും പറഞ്ഞുതരാം. സ്വർഗം ഉണ്ടല്ലോ, സ്വർഗത്തിൽ ഒരു വൃക്ഷമുണ്ട്, മരമുണ്ട്. ആ മരത്തിന് തണലുണ്ടാകും ഇല്ലേ? അപ്പം ആ തണലിനുള്ള നീളം എത്രയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഒന്നുകൂടി. ഓക്കെ. സ്വർഗത്തിലെ മരത്തിൻ്റെ തണലിൻ്റെ നീളം എത്രയാണ്? സ്വർഗത്തിലെ ഒരു വൃക്ഷത്തിൻ്റെ തണലിൻ്റെ നീളം എത്രയാണ്? പണ്ടത്തെ ഒരു കണക്ക് കൂട്ടലാണ് പറയുക. ഇന്നത്തെ പോലെ കിലോമീറ്റർ, നാഴിക, മൈല് അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യമായോ? ഉത്തരം എളുപ്പമാണ്. സ്വർഗത്തിൽ ഒരു വൃക്ഷം. ഒന്ന് പറഞ്ഞോളൂ. വിശദീകരണം എന്ന് പറയുമ്പോഴേ, നമ്മൾക്ക് മരത്തിൻ്റെ തണൽ കിട്ടൂലേ? വെയിലൊക്കെ വരുമ്പോൾ മരത്തിനൊരു തണൽ കിട്ടുമല്ലോ. തണലപ്പം മനസ്സിലായില്ലേ? അതായത് ഉച്ചക്ക് തണലിന്റെ വലിപ്പം കുറവായിരിക്കും, രാവിലെയും വൈകുന്നേരമൊക്കെ നീളം കൂടും. മരത്തിന്റെ നിഴല് എത്ര നീളമാണ് ചോദ്യം. സ്വർഗത്തിലെ മരത്തിന്റെ തണലിന്റെ നീളം. ടൈമർ തുടങ്ങിയാലോ? അതായത് ഒരു വാഹന സവാരിക്കാരന് ആ തണലിൽ കൂടെ 100 വർഷം നടക്കാൻ കഴിയും. മാഷാ അല്ലാ. അപ്പൊ മൂന്നാമത്തെ ടൈമറിന്റെ ആവശ്യമൊന്നുമില്ല. ടൈമറിന്ന് പറഞ്ഞപ്പോ തന്നെ എന്ത് ചെയ്ത് ഇവരലിക്ക ഉത്തരം പറഞ്ഞു. മാഷാ അല്ലാ. ടൈമർ പറഞ്ഞാൽ ഉത്തരം വരും അല്ലേ? അപ്പോൾ മൂന്നാമത്തെ ഉത്തരവും പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ ആലി എന്ത് ചെയ്തിട്ടുണ്ട്? സമ്മാനത്തിന് അർഹയായിട്ടുണ്ട്. അതെ, കണ്ണൂരിലെ കമ്പിൽ നിന്നും ആലിയയും കുടുംബവും അയൽപക്ത കുടുംബവും എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് സമ്മാനം നേടിയിരിക്കുകയാണ്. ആലിയ, കൺഗ്രാറ്റുലേഷൻസ്, കൺഗ്രാറ്റ്സ്. അപ്പോൾ ആലിയ, ഇൻഷാ അല്ലാ ഈ സമ്മാനം ഒരു പ്രചോദനമാണ്. ഇനിയും എന്ത് ചെയ്യണം? ഫാമിലി ടെലിക്വിസുകളിൽ പങ്കെടുക്കണം, ബാക്കിയുള്ളവരെ അറിയിച്ചിട്ട് അവരെയും പങ്കെടുപ്പിക്കണം. നമ്മൾക്ക് വിജ്ഞാനവും സമ്മാനവും ഒരുമിച്ച് പ്രചോദനമായി മാറുന്ന കഷ്ടപ്പെട്ട് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത കോളറെ കാത്തിരിക്കാം. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? സാങ്കേതിക പ്രശ്നമാണെന്ന് തോന്നുന്നു. കോള് കണക്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ കേൾക്കുന്നില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. കേൾക്കുന്നുണ്ടല്ലോ. ആരാണ് വിളിക്കുന്നത്? നിതമോൾ, നിതമോള് എവിടുന്നാണ് വിളിക്കുന്നത്? വളാഞ്ചേരി. വളാഞ്ചേരിയിലെ നിതമോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ അഫ്സലുലമ പ്രിലിമിനറി ഫസ്റ്റ് ഇയർ. അഫ്സലുലമ പ്രിലിമിനറി ഫസ്റ്റ് ഇയർ ആണ് പഠിക്കുന്നത്. ആരൊക്കെയാണ് കൂടെ ഉള്ളത്? ഉമ്മണ്ട്. ഫാമിലി. ഓക്കെ, ഫാമിലി ലൈവ് ടെലിക്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം അറിയാമല്ലോ, സ്വർഗം എന്നതാണ്. നമുക്ക് ചോദ്യം തുടങ്ങാം. ഹിഷാം ചോദ്യം ചെയ്യും. അപ്പോൾ അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഇൽമ് പഠിക്കാൻ അവസരം കിട്ടിയൊരു കുട്ടിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ എളുപ്പമുള്ള ചോദ്യങ്ങൾക്കും പ്രയാസമുള്ള ചോദ്യങ്ങൾക്കും മുമ്പിൽ തളരാത്ത ഒരാളാണെന്ന് അർത്ഥം. അതെ, ആദ്യത്തെ എളുപ്പമുള്ള ചോദ്യം ആയിക്കോട്ടെ. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. റെഡി അല്ലേ? നിതമോൾ റെഡി അല്ലേ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യം കേട്ടോ. സിദ്റത്തുൽ മുൻതഹ എന്താണ്? ചോദ്യം തന്നെ ചെറുതാ. സിദ്റത്തുൽ മുൻതഹ എന്താണ്? അതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. സിദ്റത്തുൽ മുൻതഹ എന്നാൽ എന്താണ്? ഒരു വൃക്ഷാണോ? പകുതി എത്തിയിട്ടുണ്ട്. ബാക്കി പകുതി കൂടി പൂർത്തീകരിച്ചാൽ ഉത്തരായി. എവിടുത്തെ വൃക്ഷാണ്? അതെ, വൃക്ഷമാണ്, അത് സമ്മതിച്ചു. സ്വർഗത്തിലെ ഒരു വൃക്ഷം. സ്വർഗത്തിലെ വൃക്ഷം. സ്വർഗത്തിലെ വൃക്ഷം. ഉത്തരം ശരിയാണ്. മാഷാ അല്ലാ. ഒന്നാമത്തെ ഉത്തരം എന്ത് ചെയ്തിട്ടുണ്ട്? റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത രണ്ട് ചോദ്യങ്ങളുടെ ബാക്കിയുള്ളൂ. സമ്മാനത്തിലേക്കുള്ള വഴിദൂരം. അതെ, മനസ്സിലായോ? സിദ്റത്തുൽ മുൻതഹ എന്നാൽ ഉപരിലോകത്തെ ഒരു വൃക്ഷമാണ്. ശരിത്തരമാണ് നിതമോൾ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. ഇൻഷാ അല്ലാ. അപ്പൊ രണ്ടാമത്തെ റെഡി അല്ലേ? അപ്പൊ രണ്ടാമത്തെ ചോദ്യങ്ങൾ കേട്ടോ. സ്വർഗത്തിൽ ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു നമുക്ക് ഭവനങ്ങളും വീടുകളും കാര്യങ്ങളും ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് അല്ലേ? അപ്പൊ അതിനൊക്കെ ഉപയോഗിക്കാൻ, ആ വീടുകൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഇഷ്ടികകൾ എന്തുകൊണ്ടുണ്ടാക്കിയതാണെന്ന് മനസ്സിലായോ? അപ്പോൾ സ്വർഗത്തിലെ ഭവനങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികൾ എന്തുകൊണ്ടുണ്ടാക്കിയതാണ് എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. സ്വർഗത്തിലെ ഇഷ്ടികകൾ എന്തുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഇത് എളുപ്പമുള്ള ചോദ്യമാണ്. സ്വർണം. പകുതി ശരിയാണ്. സ്വർണവും വെള്ളിയും. ബാക്കി ശരിയാണ്. മാഷാ അല്ലാ, പൂർത്തീകരിച്ചത് ആ ഉത്തരം അവൾ പൂർത്തീകരിച്ചു. മാഷാ അല്ലാ, നിതമോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. അപ്പോ ഇബ്നുലിക്ക് നമുക്ക് മൂന്നാമത്തെ ചോദ്യം കൂടി കൊടുത്താലോ? നിത സ്വർണം കൊണ്ടുപോകുന്നാണ് തോന്നുന്നത് അല്ലേ? സാധ്യത കാണുന്നുണ്ട്. എന്നാ മൂന്നാമത്തെ ചോദ്യം തരട്ടെ? മൂന്നാമത്തെ ചോദ്യം, സ്വർഗത്തിൽ എത്ര നദികളുണ്ട് എന്നാണ്. സ്വർഗത്തിൽ എത്ര നദികളുണ്ട് എന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. എളുപ്പമുള്ള ചോദ്യമാണ്. ചോദ്യം കേട്ട ഉടനെ നിശബ്ദതയാണ് അല്ലേ? ചിന്തിക്കുകയാണ്. അതെ അതെ, കൂട്ടമായി ചിന്തിക്കുകയാണ്. നിതമോളെ ടൈമർ ഓൺ ചെയ്യണേ. സ്വർഗത്തിൽ എത്ര നദികളുണ്ട്?
ചോദ്യം അതാണ്. സ്വർഗത്തിൽ എത്ര നദികളുണ്ട്? നദികളുടെ എണ്ണം. 10, ഉണ്ടോ? 8. ടൈമർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സിംഗിൾ ഡിജിറ്റ് ആണ്, ഒറ്റ അക്കം ആണ്. അത്ര. ഒന്നാണോ? സോറി, മൂന്നാമത്തെ ചോദ്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? തെറ്റിപ്പോയിട്ടുണ്ട്. നിരാശ വേണ്ട അല്ലേ ബിനാലിക്ക? അതെ അതെ അതെ. ആദ്യത്തെ 2 ചോദ്യങ്ങൾക്കും വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു. ശരി ഉത്തരം പറഞ്ഞു, ശങ്ക കൂടാതെ ഉത്തരം പറഞ്ഞു. ഇതിൽ ഇത്തിരി പാളിപ്പോയി. കുഴപ്പമില്ല, അവസരങ്ങൾ ഇനിയും എന്ത് ചെയ്യുന്നുണ്ട്? അതെ അതെ, നമ്മൾ നൽകുന്നുണ്ട്. ഇൻഷാ അല്ലാ ഇനിയും വിളിക്കണം, ഇനിയും സന്തോഷത്തോടുകൂടി താല്പര്യത്തോടുകൂടി പങ്കെടുക്കണം. അപ്പോൾ തൗഫീഖ് നൽകട്ടെ. വരൂല ഇനിയും പങ്കെടുക്കാൻ? ഇൻഷാ അല്ലാ. നിത, പീസ് റേഡിയോയിൽ ഏത് പ്രോഗ്രാമാണ് കൂടുതൽ താല്പര്യത്തോടെ കേൾക്കാറുള്ളത്? അപ്പോൾ നിതക്ക് പാട്ടിനോട് താല്പര്യമുണ്ട്, പാട്ട് പാടും അല്ലേ? ആസ്വദിക്കും അല്ലേ? അപ്പോൾ നിത, നമ്മളൊരു ചെറിയൊരു കാര്യം ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. അറിയണ്ട ഇതിന്റെ ഉത്തരം എത്ര നദികളുണ്ട് എന്നുള്ളത്? നമ്മൾ ഉത്തരം പറഞ്ഞില്ല, എത്ര പറയാൻ വിട്ടുപോയി. ഓക്കെ, അപ്പോൾ കേട്ടോ, 4 എണ്ണമാണുള്ളത്. ക്ലിയർ ആയില്ലേ? ഇനി ആര് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കാൻ പറ്റണം. മനസ്സിലായ? അപ്പൊ സ്വർഗത്തിൽ എത്ര നദികളുള്ളത്? ഉത്തരം പറഞ്ഞ? മാഷാ അല്ലാ. ഉത്തരത്തില് 3 എണ്ണം കുറഞ്ഞു പോയില്ലേ? ഓക്കെ നിത മോളെ, ഇനിയും വിളിക്കണം. ഫാമിലി ലൈവ് ടെലിക്വിസ് റമദാൻ മുഴുവനും ഉണ്ടാകും. ഉച്ചക്ക് 2:30 മുതൽ 3:30 വരെ ലൈവായിട്ട് പരിപാടികളുണ്ടാവും. കേൾക്കണം, വിളിക്കണം. വിളിക്കാൻ സുഹൃത്തുക്കളോടും കൂട്ടുകാരോടൊക്കെ പറയണം. ഓക്കെ നിത, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. ബ്രേക്കിന് ശേഷം ഉടനെ തിരിച്ചു വരും. എനിക്ക് കഴിയില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല. നന്മകളുടെ അവസരങ്ങൾ നമ്മെ തേടി വന്നപ്പോഴെല്ലാം ഇതായിരുന്നില്ലേ നാം കൂടുതൽ സംസാരിച്ചത്? ഈ നിഷേധ നിലപാടിൽ, നിരാശയിൽ, ആത്മവിശ്വാസക്കുറവിൽ താങ്കളുടെ എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെട്ടില്ലേ? ഓർക്കുക, നന്മയുടെ ഓരോ അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ശിലാഫലകങ്ങളിലോ ചില്ലുകൊട്ടാരങ്ങളിലോ പൊതുനിരത്തിലെ നിശ്ചല പ്രതിമകളിലോ രേഖപ്പെടുന്ന അടയാളമല്ല, മറിച്ച് അത് പതിയുന്നത് ജീവനുള്ള ഹൃദയ ഭിത്തികളിലാണ്. യുഗാന്തരങ്ങളിൽ ഓർക്കപ്പെടാവുന്ന വിധം നല്ല മനുഷ്യരുടെ ഓർമ്മ പുസ്തകങ്ങളിലുമാണ്. നോക്കൂ, പീസ് റേഡിയോ മീഡിയ സ്കൂൾ ജീനിയേഴ്സ് ഹണ്ടിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇതാ നിരവധി അവസരങ്ങൾ താങ്കളെ തേടി വന്നിരിക്കുന്നു. ലഭിക്കുന്ന ഈ അവസരം ഉപയോഗിക്കൂ. നിങ്ങളുടെ സർഗസിദ്ധികളും പ്രതിഭാശേഷികളുമാണ് പീസ് റേഡിയോ ചോദിക്കുന്നത്. അതെ, വാക്കുകൾ കൊണ്ട് വിസ്മയം വിതയ്ക്കാവുന്ന നിങ്ങളിലെ അവതാരകനെ, നാളെ അക്ഷരങ്ങളിൽ വർണ്ണം വിരിക്കുന്ന നിങ്ങളിലെ എഴുത്തുകാരനെ, ഒന്നു ശ്രമിച്ചാൽ കണ്ണിൽ കൗതുകവും മനസ്സിൽ ചിന്തയും വിടർത്തുന്ന നിങ്ങളിലെ ഡിസൈനറെ, എന്നും വരികളിൽ, അക്ഷരങ്ങളിൽ, ശബ്ദങ്ങളിൽ ശരിതെറ്റ് പരതുന്ന പ്രൂഫ് റീഡറെ, എപ്പോഴും മാറുന്ന കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ച് പ്രബോധന മണ്ഡലങ്ങളിൽ പുതുമകൾ കൊണ്ടുവരുന്ന നിങ്ങളിലെ അന്വേഷകനെ, സ്വാർത്ഥതകൾ ഒളിച്ചു കടത്തപ്പെടുന്ന മീഡിയ സംപ്രേഷണങ്ങളിലെ സൂക്ഷ്മ നിരീക്ഷകനെ, പിന്നെ നിങ്ങളിലെ എഞ്ചിനീയറിംഗ് സ്കില്ലിനെ, നിങ്ങളുടെ കഥ, കവിത, ഗാനം, ശബ്ദം, ചിന്ത തുടങ്ങി എല്ലാം ഈ വഴിയിൽ വിനിയോഗിക്കൂ. താങ്കളിലെ സർഗാത്മകതകൾ വെളിച്ചമാകട്ടെ, ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന നൂതന വെളിച്ചം. ഏതെങ്കിലും മേഖലയിൽ സഹകരിക്കാമെന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ മീഡിയ സ്കൂൾ വിൻഡോയിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ടെക്സ്റ്റ് ചെയ്യുക. Peace Radio. Tune to reality. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്വിസിലേക്ക് സ്വാഗതം. ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും തുടരുകയാണ്. റമളാനിൻ്റെ വിശുദ്ധമായ 18ാമത്തെ പകലിലാണ് നമ്മളിന്ന്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇന്നത്തെ വിഷയം സ്വർഗമാണ്. സ്വർഗത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത്, ഈ പകലുകൾ നോമ്പ് നോൽക്കുന്നത്, ദാഹം, വിശപ്പ് എല്ലാം നമ്മൾ തടഞ്ഞു നിർത്തുന്നത് ആ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് മാത്രമാണ്. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. ലൈവ് ടെലിക്വിസിലെ ഇന്നത്തെ വിഷയം മറ്റൊന്നല്ല, സ്വർഗമാണ്. നമുക്ക് കാതോർക്കാം, നമുക്ക് സ്വീകരിക്കാം. ആരാണ് അടുത്ത കോളറെന്ന്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ. ആരാണിത് വിളിക്കുന്നത്? അൽതാഫ്. അൽത്താഫ്. ആ. അൽത്താഫ് അൽത്താഫ് അല്ലേ? ഓ അൽത്താഫ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂർ ജില്ലയിലെ കള്ളിക്കണ്ടിയിൽ നിന്ന്. കള്ളിക്കണ്ടി, കണ്ണൂർ. കള്ളിക്കണ്ടി. കള്ളി ആ ഓക്കെ, കള്ളിക്കണ്ടി. ആരൊക്കെയാണ് കൂടെ ഉള്ളത്? ആരോ സഹായിക്കണ്ട? അനിയനുണ്ടോ? ഉമ്മ, അനിയന്, ഉമ്മ. ഓക്കെ ഓക്കെ. മിക്കവാറും അടുത്ത കോളിനി അനിയനെ കൊണ്ട് വിളിപ്പിക്കും കേട്ടോ. ആൾ ഉഷാറാണ്. എന്താ അനിയൻ്റെ പേര്? അൽഫാൻ. അൽഫാൻ. വെരി ഗുഡ്, മാഷാ അല്ലാ. അറിയാലോ ഇന്നത്തെ വിഷയം സ്വർഗമാണ് അല്ലേ? ആ. നമുക്ക് ഒരു എളുപ്പമുള്ള ചോദ്യം ചോദിച്ചിട്ടാണ് തുടങ്ങിയാലോ ഇഷാമേ? ഇൻഷാ അല്ലാ എന്നാ ചെറിയ അങ്ങനെ ആവട്ടെ. ചെറിയൊരു ചോദ്യം ചോദിക്കും. അൽത്താഫെ, സമ്മാനം നമ്മൾ കൊണ്ടുപോകൂലേ? ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ പറയ്. ഇൻഷാ അല്ലാ. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാൻ. കേൾക്കുന്നുണ്ടോ? ഓക്കെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നയിച്ചവർക്കുള്ള പ്രത്യേക കവാടം എന്താണെന്നാണ്. ഒന്നുകൂടി പറഞ്ഞാൽ കേട്ടോ. നമ്മൾ സ്വർഗത്തിൽ ഒരുപാട് കവാടങ്ങളുണ്ട് ഇല്ലേ? വാതിലുകളുണ്ട്. വാതിലുകൾ മനസ്സിലായില്ലേ? ആ, അപ്പം അതിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നയിച്ചവർക്കുള്ള വാതിൽ ഏതാണ് എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ആ വാതിലിന്റെ പേരാണ് പറയുന്നത്. ക്ലിയർ ആയില്ല? ബാബു ബാബു സദക്ക. ഉറപ്പാണോ? സദക്ക കൊടുക്കുന്നവർക്കുള്ള വാതിലല്ലേ ബാബു സദക്ക വരുന്നത്? സദക്ക അല്ല ചോദ്യം, നമ്മൾ ചോദിച്ചിട്ടുള്ള അതല്ല. ധർമ്മസമരം യുദ്ധം പോലെയൊക്കെയുള്ള കാര്യങ്ങൾ പങ്കെടുക്കുന്ന ആൾക്കാർക്കുള്ളതാണ്. ഒന്നും കൂടി ആലോചിച്ച കൽത്താഫേ. ആ പോരട്ടെ. യെസ്. മാഷാ അല്ലാ, ഒന്നാമത്തെ ഉത്തരം ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പടി കടന്നു. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? അൽത്താഫിനെ നമ്മൾ സഹായിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. കുഴപ്പമില്ല, എന്നാലും പറഞ്ഞില്ല. അൽഹംദുലില്ലാ. നമുക്ക് രണ്ടാമത്തേലേക്ക് കടക്കുക. കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യം ചോദിക്കാം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം കേട്ടോ. സ്വർഗത്തിലെ കുട്ടികളെ എന്തിനോടാണ് ഖുർആൻ ഉപമിച്ചത്? സ്വർഗത്തിൽ കുട്ടികളുണ്ട്. അപ്പം ആ കുട്ടികളെ എന്തിനോടാണ് ഉപമിച്ചത് എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. മനസ്സിലായോ? സ്വർഗത്തിലെ കുട്ടികളെ കണ്ടാൽ എന്തുപോലെയാണ് എന്നാണ് തോന്നുക. അതാണ് ഉപമിക്കുക എന്ന് പറഞ്ഞാൽ. എന്തിനോടാണ് സ്വർഗത്തിലെ കുട്ടികളെ ഉപമിച്ചത് ഖുർആൻ? ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. കുട്ടികളെ ഉപമിക്കുകയാണ്. എന്തിനോടാണ് കുട്ടികളെ ഉപമിക്കുന്നത്? ഒന്നുകൂടി ആലോചിച്ച് പറഞ്ഞോളൂ. അൽത്താഫെ, ടൈമർ ഓൺ ചെയ്യണേ. 20 സെക്കൻഡ്സ് ബാക്കിയുണ്ട്. 20 സെക്കൻഡുകൾ ബാക്കിയുണ്ട്. സ്വർഗത്തിലെ കുട്ടികളുണ്ട് അൽത്താഫെ, സ്വർഗത്തിലെ കുട്ടികളുണ്ട്. കാരണം അവരാണ് നമ്മൾ സ്വർഗീയവാസികൾക്ക് കോപ്പകളിൽ ഭക്ഷണ സാധനങ്ങളും തളികകളിൽ ഫുഡും ഭക്ഷണമൊക്കെ കൊടുന്നിരുന്നവര്. അപ്പൊ അവരെ മുകളിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തുപോലെയാണ് ഉള്ളത് എന്നാണ് നമ്മൾ ചോദിച്ചത്. അവരെ കണ്ടാൽ എന്തുപോലെ തോന്നും? അതാണ് ചോദ്യം. സമയം അൽത്താഫെ, സമയം കഴിഞ്ഞിരിക്കുന്നു. ഉടനെ ഉണ്ടെങ്കിൽ ഒരു മറുപടി പറഞ്ഞാൽ, ഒരു ഉത്തരം പറഞ്ഞാൽ ഞങ്ങളത് പരിഗണിക്കും. അല്ല, ഏതാണ്ട് അല്ലേ? മുഴുവനായിട്ടില്ല. കല്ലുകളും പവ്യങ്ങളും മുത്തുകളും.
കൊടുക്കാൻ പറ്റുമോ അലിക്ക? ഒരു പ്രയാസമാണത്. എന്തായാലും അൽത്താഫ് ചെറിയ കുട്ടിയായതുകൊണ്ട് നമുക്ക് പരിഗണിക്കാം. ശരിക്കുള്ള ഉത്തരം കറക്റ്റാണ്. ഓക്കെ, അപ്പൊ കറക്റ്റ് ഉത്തരം വിതറിയ മുത്തുകളോടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ചെറിയ കുട്ടികളെ ഉപമിച്ചിട്ടുള്ളത് എന്നാണ്. മനസ്സിലായോ? ഓക്കെ, വിതറിയ മുത്തുകളാണ് ഉത്തരം. അൽത്താഫെ, ഇത്തവണയും ഞങ്ങളൊരു സഹായം കിട്ടിയിട്ടുണ്ട് അല്ലേ? സംശയമുണ്ട്. ശരി, മൂന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഇതിൽ ഒരു തരത്തിലും ഞങ്ങൾ സഹായിക്കില്ല. ഇതിന് ഉത്തരം പറഞ്ഞാൽ പീസ് റേഡിയോയുടെ മനോഹരമായ സമ്മാനം അൽത്താഫിന് ലഭിക്കും. ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: സ്വർഗത്തിലെ നദികൾ പൊട്ടിയൊഴുകുന്നത് എവിടെ നിന്നാണ്? സ്വർഗത്തിലെ നദികൾ പൊട്ടിയൊഴുകുന്നത് എവിടെ നിന്നാണ്? അതായത് സ്വർഗത്തിൽ നദികൾ ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്? അതാണ് ചോദ്യം. ചോദ്യം ക്ലിയർ അല്ലേ? ഓക്കെ, പറഞ്ഞോളൂ. നദികൾ, സ്വർഗത്തിലെ നദികളുടെ ഉത്ഭവസ്ഥാനം. അൽത്താഫെ, ടൈമർ നമ്മൾ ഓണാക്കുകയാണ്. അതെ, ടൈമർ ഓൺ ചെയ്യാണ് അൽത്താഫ്. 20, 19 ടൈമർ ഓടുന്നു. സമയം നീങ്ങുന്നു. അൽത്താഫിന്റെ ഉത്തരത്തിനായിട്ട് നമ്മൾ കാതോർക്കുകയാണ്. അൽത്താഫ്, ഉത്തരം ഇത് നമുക്ക് കൊടുക്കാൻ പ്രയാസാണ്. ഉറപ്പിച്ചു പറഞ്ഞോളൂ. ഒറ്റ വാക്കില് ഉത്തരം പറയണം. ലാസ്റ്റ് ചാൻസ്. സോറി അൽത്താഫ്, ഉത്തരം തെറ്റാണ്. ശരി ഉത്തരം ഇതാണ്: ഫിർദൗസിൽ നിന്നാണ്. ഫിർദൗസിൽ നിന്നാണ് സ്വർഗത്തിലെ നദികളുടെ ഉത്ഭവം. ഓക്കെ അൽത്താഫ്, 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. മൂന്നാമത്തേതിൽ ഭാഗ്യം കൈവിട്ടുപോയി അല്ലേ? അൽത്താഫെ, ഇതിൽ തളരരുത്. ഇനിയും വിളിക്കണം, ഇനിയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം, സമ്മാനം വാങ്ങണം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനിയും വിളിക്കോണ്ടി കേട്ടോ. ഓക്കെ അൽത്താഫ്, അസ്സലാമു അലൈക്കും. പറഞ്ഞോളൂ, എന്താണ് നേരത്തെ പറഞ്ഞത്? പറയാനുള്ളത് പറഞ്ഞോളൂ. വിളിച്ചിട്ടുണ്ട് അല്ലേ? മാഷാ അല്ലാഹ്. അപ്പൊ ഒരു ധൈര്യം വന്നില്ലേ ഇപ്പോ അല്ലേ? ഒരു കാര്യം ചെയ്യാ, ഇന്നിപ്പോ നോമ്പ് 18 ആയിട്ടുള്ളൂ. ഇനിയും ഒരു 10, 11, 12 നോമ്പുകളൊക്കെ ബാക്കിയുണ്ട്. നമുക്ക് സമ്മാനം അടിക്കണം നമുക്ക് കേട്ടോ അൽത്താഫ്. ഓക്കെ അൽത്താഫ്, സമ്മാനം കിട്ടിയിട്ടുണ്ട് അല്ലേ? മാഷാ അല്ലാഹ്. അടുത്ത പ്രാവശ്യം അൽത്താഫും വാങ്ങണം ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ. അടുത്ത പ്രാവശ്യം അനിയനോട് വിളിക്കാനും പറയണം കേട്ടോ. അനിയനൊന്ന് ഫോൺ കൊടുക്ക്. വലൈക്കും അസ്സലാം. ഓന്റെ ഭംഗിയുള്ള പേരൊന്ന് പറയാ. അൽഫാസ്. എത്രാം ക്ലാസ്സിലാണ് മോന് പഠിക്കണത്? മാഷാ അല്ലാഹ്. അപ്പോ അൽത്താഫ്, അൽഫാസ്, അൽഫിത്ര അല്ലേ? മോന്റെ മിസ്സിന്റെ പേരെന്താണ്? ടീച്ചറുടെ പേര്? ഓക്കെ. അപ്പോൾ മാമിനോട് ഇനി പറയണം, പീസ് റേഡിയോയിലെ ഫാമിലി ലൈവ് ടെലികിസിലേക്കൊക്കെ വിളിച്ചു, ഞാൻ സംസാരിച്ചു എന്നൊക്കെ കേട്ടോ. ഓക്കെ, അൽത്താഫിനും കുടുംബത്തിനും അനിയനും നമുക്ക് വിജയാശംസകൾ നേരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അൽഹംദുലില്ലാ, ഒരുപാട് ആളുകളെ സമ്മാനം വാങ്ങിക്കൂട്ടുന്നത്. അതെ അതെ അതെ. മാഷാ അല്ലാ. ഫാമിലി ലൈവ് ടെലിക്വിസ് തുടരുകയാണ്. സ്വർഗം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മുടെ ചോദ്യോത്തര മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. സ്വീകരിക്കാം നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി. ആരാണ് വിളിക്കുന്നത്? തലശ്ശേരിയിൽ നിമ്ര. തലശ്ശേരിന്ന് കേട്ടില്ല. തലശ്ശേരിയില്ല, തലശ്ശേരിന്ന് മനസ്സിലായി. ആരാ പേര് വിളിക്കുന്ന? പേര് പേര് നിമ്ര. നിമ്ര. നിമ്ര നിമ്ര മാഷാ അല്ലാ. എത്രയാ പഠിക്കുന്നത്? അഞ്ചാം ക്ലാസ്. 5ാം ക്ലാസ്സില്. തലശ്ശേരിയിൽ എവിടെയാണ്? തലശ്ശേരിയിൽ എവിടെയാണ് വീട്? തലശ്ശേരി ടൗണിൽ തന്നെ. മാഷാ അല്ലാ. അപ്പോൾ നഗരമധ്യത്തിൽ ജീവിക്കുന്ന ആളാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ആരാണ് കൂടെ ഉള്ളത്? കൂടെ ആരൊക്കെയാണ് ഉള്ളത് സഹായിക്കാനുള്ളത്? ആ ആ. അനിയത്തിൻ്റെ പേരെന്താണ്? ഓക്കെ. അപ്പൊ ഇൻഷാ അല്ലാ ഇബ്നുലിക്ക സമയം കളയാതെ നമുക്ക് ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നിമ്ര റെഡിയായി നിൽക്കുകയാണ്. തയ്യാറായിരിക്കല്ലേ? ഞാൻ ചോദ്യം തരാണ്. ഒന്നാമത്തെ ചോദ്യം കേട്ടോ. നമസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തുന്നവർക്കുള്ള സ്വർഗത്തിലെ വാതിൽ ഏതാണ്? ക്ലിയർ ആയോ? മാഷാ അല്ലാ, ഒരു സമയം പോലും നഷ്ടപ്പെടുത്തിയില്ല. ഇഷാമിന് ശ്വാസം വിടാൻ സമയം കിട്ടിയില്ല. ചോദ്യം ഉത്തരം അതെ അതായിരുന്നു. മാഷാ അല്ലാ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ പടിയിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ്. ഇബ്നുലിക്ക രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കയറല്ലേ? രണ്ടാമത്തെ ചോദ്യം എന്നാ പിടിച്ചോ. രണ്ടാമത്തെ ചോദ്യം. ഒരു വ്യക്തിയെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സ്വർഗം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശുപാർശ ചെയ്യാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. സ്വർഗം നമ്മൾക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ ശുപാർശ ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു വ്യക്തിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ സ്വർഗം തന്നെ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? സ്വർഗം തന്നെ ശുപാർശ ചെയ്യുന്ന കാര്യം. ചോദ്യം ഒന്നുകൂടി കേട്ടോളൂ. ഒരു വ്യക്തിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ സ്വർഗം തന്നെ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും. അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സ്വർഗം റെക്കമെൻഡ് ചെയ്യും. ഓക്കെ, കറക്റ്റ്. മാഷാ അല്ലാ. രണ്ടാമത്തെ ചോദ്യത്തിനും ഉത്തരം അതാ ടപ്പേ എന്ന് പറയുന്ന പോലെ തന്നെ വന്നിട്ടുണ്ട്. കുറച്ച് ടഫായ ചോദ്യം എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ നിമ്രയുടെ രക്ഷയില്ല. മാഷാ അല്ലാ. ഇപ്പൊ നിമ്ര, ഒരു ചോദ്യമേ ബാക്കിയുള്ളൂ സമ്മാനം കിട്ടാൻ. അതിലേക്ക് കടന്നാലോ? സമ്മാനത്തിലേക്കുള്ള ദൂരം ഒരു ചോദ്യം മാത്രം. ഒരു ചോദ്യത്തിന്റെ വഴി ദൂരം. അപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇബ്നുലിക്ക ചോദിച്ചോളൂ. ഓക്കെ. സ്വർഗത്തിൽ കൂടുതൽ ആരെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടത്? സ്വർഗത്തിൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പോ ആണ്. എന്നാലും ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിൽ ആക്കിയാൽ, ഒന്നും കൂടി ഒന്ന് വിശാലമാക്കി ഉത്തരം പറയുമ്പോൾ, വിശദീകരിച്ച് പറയുമ്പോൾ. 2 വിഭാഗക്കാർ, ഈ പറഞ്ഞതിൽ 2 വിഭാഗക്കാരാണ് ഉള്ളത്. ഉത്തരം ശരി തന്നെയാണ്. എന്നാൽ ആ പദങ്ങളൊന്ന് ഉപയോഗിച്ചാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. പറയുന്നുണ്ട് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട്. കാരണം ഈ പാവപ്പെട്ടവരെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? 2 വിഭാഗമാക്കിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആരൊക്കെയാണത്? അതിൻ്റെ അറബി വാക്കുകൾ മനസ്സിലിങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ കിട്ടും ചിലപ്പോൾ. മിസ്കീൻ പകുതിയായി ബാക്കി പകുതി പോരട്ടെ. നാവിന്റെ തുമ്പത്തുണ്ട്, പറഞ്ഞാ മതി.
അതായത് ഞാനൊരു പാവമാണ് എന്ന് പറഞ്ഞ് ആൾക്കാരുടെ നിന്നൊക്കെ സഹായം ചോദിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ പാവമാണെങ്കിലും ഇതൊന്നും പുറത്തറിയിക്കാതെ അവനവൻ്റെ ഉള്ളിൽ ഒതുക്കുന്ന ആളുകളുണ്ട്. ദരിദ്രന്മാർ ദരിദ്രന്മാരാണ്. മിസ്കീൻ എന്ന് പറഞ്ഞു ഒരു വാക്കുകൂടിയും പറഞ്ഞാൽ പൂർത്തിയായി. ഒരു വാക്കിന്റെ വഴിദൂരമാണ് അതെ, അതെ. സമ്മാനത്തിലേക്കുള്ളൂ. പകുതി ഉത്തരത്തിന്റെ വഴി ദൂരമുള്ളൂ അല്ലേ? എന്റെ നമ്മളെ വേണ്ട നമുക്ക് ഉള്ളത് ആരോട് പറയാണെങ്കിൽ ഓക്കെ ആരോട് പറയാൻ ചോദിക്കാണ്ട് ഓക്കെ ഓക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കൃത്യമായുള്ള ടേമുകൾ മുഴുവൻ പറഞ്ഞില്ല എന്നുള്ളൂ. ആ ടേമുകളൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം അല്ലേ? മിസ്കീൻ, ഫക്കീറുകൾ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അതിന്റെ അർത്ഥം എന്താണ്? മിസ്കീൻ എന്ന് പറഞ്ഞാൽ മറന്നാണ്. ഓക്കെ കേൾക്കുന്നില്ലേ? ഞാനൊന്ന് പറഞ്ഞുതരാം. മിസ്കീൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളാണ്, പാവപ്പെട്ടവരാണ് എങ്കിൽ പോലും ആളുകളോട് എന്ത് ചെയ്യില്ല, അത് പറഞ്ഞില്ല. അത് പറഞ്ഞുകൊണ്ട് പൈസ വാങ്ങാനോ കാര്യങ്ങൾക്കോ ആയിട്ട് നീങ്ങാത്തൊരാളാണ്. ഫക്കീർ എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ട്, ആളുകളുടെ ഇടയിൽ ഇറങ്ങി അതിന് സാമ്പത്തിക സഹായം ചോദിക്കുന്നവരാണ്. മനസ്സിലായോ? ഇതാണ് മിസ്കീനും ഫക്കീറും തമ്മിലുള്ള വ്യത്യാസം. ഇനി എപ്പോൾ ചോദിച്ചാലും കിട്ടണം. കിട്ടൂല നിമ്ര? ഇൻഷാ അല്ലാ. അപ്പോൾ 3 ചോദ്യത്തിനും ഉത്തരം തന്നു. അൽഹംദുലില്ലാ, സമ്മാനം ഇൻഷാ അല്ലാ എത്തും. അൽഹംദുലില്ലാ. ടീം പീസ് റേഡിയോയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. സമ്മാനം വൈകാതെ നിമ്രയുടെ കുടുംബത്തെ തേടി എത്തും. നിമ്ര പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? ഏത് പരിപാടിയാണ്, പ്രോഗ്രാമാണ് ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ളത്? കിസ് കേൾക്കാറുണ്ട്. അതിന് ഡെയിലി കിസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ കിസ് മാസ്റ്ററാണ്, ഒരു കിസ് മാസ്റ്ററാണ് അല്ലേ? ഓക്കെ ഓക്കെ. വേറെ ഏതാണ് പരിപാടികൾ? വീട്ടുകാരൊക്കെ ഏത് പരിപാടികളാണ് കൂടുതൽ കേൾക്കാറുള്ളത്? അടുക്കളയിലെ ഒരു സ്ഥിരം കൂട്ടുകാരിയാണ് പീസ് റേഡിയോ അല്ലേ? വീട്ടിലെ അടുക്കള ഉണരുന്നതോടുകൂടി പീസ് റേഡിയോയും ഉണരും അല്ലേ? പാത്രം കഴുകുമ്പോഴും ഭക്ഷണം പാകം ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ കളിക്കൂട്ടുകാരിയെ പോലെ ഒരു അദൃശ്യനായ കൂട്ടുകാരിയായി സഹചാരിയായി കൊണ്ട് അടുത്തുണ്ട്. മാഷാ അല്ലാ. അത് കേൾക്കുമ്പോൾ ഈ ടീം പീസ് റേഡിയോക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരുപാട് ആളുകളുടെ അധ്വാനമാണ് പീസ് റേഡിയോ. നിങ്ങളുടെ കാതുകളിലെത്തുന്ന ശബ്ദവും അതേപോലെ ദൃശ്യങ്ങളും ഒക്കെ അതിന് പിന്നിൽ ഒരുപാട് ആളുകളുടെ അധ്വാനമുണ്ട്, ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനകളുണ്ട്. ടീം പീസ് റേഡിയോയുടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിമ്രക്കും കുടുംബത്തിനും പ്രത്യേകം ആശംസകൾ അറിയിക്കുന്നു. അടുത്ത കോളർ നമുക്ക് വെയിറ്റ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ആരാണ് വിളിക്കുന്നത്? ഒന്നുകൂടി പറഞ്ഞ. സെയിൻ ഷാഫി. മാഷാ അല്ലാ. അപ്പൊ ഇന്ന് നമ്മളെ ഫാമിലി ലൈവ് ടെലിക്വിസ് കേൾക്കാൻ വേണ്ടി ആരൊക്കെയാണ് കൂടെ കൂട്ടിയിട്ടുള്ളത്? ഉമ്മ, ഉപ്പ. മാഷാ അല്ലാ. ഷാഫി താത്ത അല്ലേ? ഷാഫി പഠിക്കുന്നുണ്ടോ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2nd ക്ലാസ് എടുക്കാൻ. ഏതാണ്, എവിടെയാണ് വീട് ഷാഫിയുടെ? കാസർഗോഡ്. മുമ്പ് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട്, ശബ്ദം കേട്ടപ്പോൾ തോന്നി. പരിചയമുണ്ട് അല്ലേ? പരിചയമുണ്ട്. കാസർഗോഡ് എന്ന് പറയുമ്പോൾ നമുക്ക്
മലപ്പുറത്തുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ആ ഒരു സ്റ്റൈല്. അതെന്നും മനസ്സിലും നിൽക്കും. അതെ അതെ, ഓർമ്മ വരുന്നുണ്ട്. ഷാഫിയെ ഒരു എളുപ്പമുള്ളൊരു ചോദ്യം ചോദിക്കട്ടെ? സെയിൻ കേൾക്കുന്നുണ്ടോ ഷാഫി? സെയിൻ ഷാഫി കേൾക്കുന്നുണ്ടോ? ഹലോ, സെയിൻ ഷാഫി, പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലികിസിലാണ് നമ്മളുള്ളത്. സ്വർഗം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ചോദ്യങ്ങളും ഉത്തരങ്ങളും വിജ്ഞാനവുമായി മുന്നേറുന്നത്. വിഷയം സ്വർഗമാണ്. ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ? എന്നാ സെയിനെ ഒന്നാമത്തെ ചോദ്യത പിടിച്ചോ. സ്വർഗത്തിൽ ഒരുപാട് വാതിലുകളുണ്ട്. അപ്പം ആ വാതിലുകളിൽ ഒരു ചോദ്യവും അഥവാ വിചാരണ കൂടാതെ പ്രവേശിക്കുന്നവർ ഏത് വാതിലിലൂടെയാണ് പ്രവേശിക്കുക സ്വർഗത്തിലേക്ക്? ഒന്നുകൂടി പറഞ്ഞുതരാം. സ്വർഗത്തിൽ ഒരുപാട് വാതിലുകളുണ്ട്, കവാടങ്ങളുണ്ട്. അതിൽ ഒരു വിചാരണയുമില്ലാതെ സ്വർഗത്തിലേക്ക് കയറുന്ന ആളുകൾ ഏത് വാതിലിലൂടെയാണ് കയറുക? ആ വാതിലിൻ്റെ പേരാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ ഏത് കവാടത്തിലൂടെയാണ് പ്രവേശിക്കുക? ആ വാതിലിൻ്റെ കവാടത്തിൻ്റെ പേരാണ് പറയേണ്ടത്. സെയിൻ ഷാഫി പറഞ്ഞോളൂ. സെയിൻ ഷാഫി ഉത്തരം പറഞ്ഞോ? ഇല്ല. അറിയോ? ചോദിച്ചോളൂ. വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കവാടം ഏതാണ്? അപ്പോൾ നമ്മളെ ടൈമർ ഓണാക്കുകയാണ്. അപ്പോൾ സെയിൻ ഷാഫി സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഉമ്മാണ്ടൊക്കെ ചോദിച്ചോട്. 13, 12, 11. ഒന്നുകൂടി പറഞ്ഞോളൂ, കേട്ടില്ല. ക്ലിയർ ആയില്ല. സെയിനെ കുറച്ച് ഫോൺ വിട്ടിട്ട് സംസാരിക്കൂ, ക്ലിയർ ആയില്ല. ക്ലിയർ ആയില്ലല്ലോ. കേൾക്കുന്നത് ക്ലിയർ ആവണില്ല. ആ, തെറ്റാണ് തോന്നുന്നു. അപ്പോ സെയിൻ, നമ്മൾ പറഞ്ഞ ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പം ഞാൻ ശരിയായുള്ള ഉത്തരം പറഞ്ഞുതരാം. അപ്പോൾ ഒരു വിചാരണയും കൂടാതെ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കവാടത്തിൻ്റെ പേര് ബാബുൽ ഐമൻ എന്നാണ്. മനസ്സിലായോ? ബാബുൽ ഐമൻ. ഓക്കെ. അപ്പം ഇനി മറക്കരുത്, ഉറക്കത്തുനിന്ന് വിളിച്ച് ആര് തോണ്ടി ചോദിച്ചാൽ ആദ്യം പറഞ്ഞത് ബാബുൽ ഐമൻ. ഓക്കെ, ഇൻഷാ അല്ലാ. വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ ഏത് കവാടത്തിലാണ് പ്രവേശിക്കുക? ആ കവാടത്തിൻ്റെ പേരാണ് ബാബുൽ ഐമൻ. ബാബുൽ ഐമൻ. ഇൻഷാ അല്ലാ, അതാണ് ആ സ്പിരിറ്റ്. നാളെ ഞാൻ വിളിക്കുന്നത്. അതെ, നാളെ വിളിച്ചാൽ എന്തായാലും സെയിൻ ഷാഫി സമ്മാനം കൊണ്ടേ പോകൂ. കോൺഫിഡൻ്റ് ആണ്. റബ്ബ് തൗഫീക്ക് നൽകട്ടെ. അതെ, ആമീൻ ആമീൻ. അപ്പോൾ വിളിച്ചതിന് സെയിൻ ഷാഫിക്ക് നന്ദി. കാസർഗോഡ് നിന്നും കൊച്ചുമിടുക്കൻ ഷാഫിയാണ് നമ്മുടെ കൂടെയുള്ളത്. ചെറിയൊരു മിസ്സിങ്. ഹലോ, അതാണ് മാഷാ. അതെ, അതാ ഞാൻ പറഞ്ഞ സ്പിരിറ്റ്. അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സെയിൻ വിളിക്കുന്നോടം ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരം ചോദിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് സമ്മാനം കിട്ടിയാലും നിർത്താൻ പാടില്ല. സമ്മാനം കിട്ടിയാൽ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കണം.
ഓക്കെ ഓക്കെ സൈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫാമിലി ലൈവ് ടെലിക്യൂസ് ഇവിടെ ഏതാണ്ട് പൂർണ്ണമാവുകയാണ്. സ്വർഗം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒരുപാട് കൊച്ചുമിടുക്കന്മാരും മിടുക്കികളും ചോദ്യവുമായി ഉത്തരവുമായി നമ്മുടെ മുന്നിലേക്ക് വന്നു. പലരും ഭാഗ്യവാന്മാരാണ്, സമ്മാനങ്ങളും നേടി. ഞാൻ ഇബ്നു അലി എടത്തനാട്ടുകര, കൂടെ ഹിഷാം വൈലത്തൂർ. ഹിഷാം, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇൻഷാ അല്ലാ നമ്മൾ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നിൽക്കുന്നില്ല, ഇനിയും ഉണ്ടാകും. എല്ലാവരും ഇനിയും പങ്കെടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.